പിഴലയിലാണ് പോകുന്നത്. എന്താണ് സേവിയേഴ്സ് ഫാം ഹൗസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ 10ാമത്തെ ടേക്കാണ് ഗായ്സ്. അപ്പോൾ എന്താണ് മൂന്നാർ ട്രിപ്പിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കുവാണ് ഗായ്സ്. സോ ദിസ് ഈസ് ഓൾസോ എ ഔട്ടിങ് വീഡിയോ. നമ്മ ഇവിടെയുള്ള സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. പിഴലയിലാണ് പോകുന്നത്. എന്താണ് ആക്ച്വലി ഞങ്ങൾ 3 പേരെ ഓൾറെഡി പോയ സ്ഥലമാണ്. ഒരു പ്രാവശ്യം പോയതാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് എൻ്റെ ചാനലിൽ എന്തായാലും ഒരു വീഡിയോ ഇനി പോകുമ്പോൾ എടുക്കണമെന്ന്. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ, ദീപ്തി, ഗ്രീഷ്മ, ആസ് യൂഷ്വൽ ഞങ്ങൾ തന്നെയാണ് പോണത്. അപ്പോൾ അത് വീഡിയോ ആക്കാൻ പോണേണ്. ഇരിട്ടി, ദീപ്തി, ഗ്രീഷ്മ വെയിറ്റിംഗ് ആണ്. കട്ടിത്തരാം. അപ്പോൾ ഞങ്ങൾ പോകാൻ പോണേണ്. അവരെനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ വീഡിയോ എടുക്കണമായിരുന്നു ടെറസിൽ. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കം. അപ്പം ഞങ്ങൾ 3 പേരും കൂടി എൻ്റെയും ദീപ്തിയുടെയും സ്കൂട്ടറിലായിട്ടാണ് പോയത്. ഹൈക്കോർട്ട് വഴി കണ്ടെയ്നർ റോഡ് കയറിയാണ് പോയത്. അപ്പോൾ നല്ല ബ്ലോക്ക് ആയതേ ഞാനാണ് പോകുന്ന റൈഡർ ഗൈസ്. ഞാൻ ഒറ്റക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് പോയത്. പ്രകാശാണ് പോണത്. അങ്ങനെ കണ്ടെയ്നർ റോഡിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിഴല എന്ന ബോർഡ് കാണാൻ പറ്റും. അപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ആരോ ഉണ്ടാവും. ആ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ നമ്മൾ ഒരു പാലത്തിലോട്ടാണ് കയറുന്നത്. ആ പാലത്തിന്റെ എൻഡ് എത്തുമ്പോൾ റൈറ്റ് എടുക്കണം. ആ റൈറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയ പാലം കൂടെ ഉണ്ട്. ആ പാലത്തിന്റെ എൻഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കടയുണ്ടാവും. ടിക്കറ്റയുടെ നേരെ ഓപ്പോസിറ്റ് ഇറക്കിലോട്ട് ഒരു വഴി ഉണ്ടാവും. ആ വഴി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥലത്തെത്തും. ഗൈസ് നമ്മളിപ്പോ പിഴലയാണ് അവിടെ എത്തിയിട്ടുണ്ട്. സേവിയേഴ്സ് ഫാം ഹൗസ് അവിടെയാണ്. എപ്പോഴും അല്ല, ഒരു പ്രാവശ്യം വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കവാടം. ഇതിന്റെ ഉള്ളിൽ എൻട്രി. നമ്മ കയറാൻ പോണ ഫാം സേവിയേഴ്സ് ഫാം ആൻഡ് ബാക്ക് വാട്ടർ ക്രൂസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി വാടി എൻട്രൻസ് ഫീ ഉണ്ട് 20 പെർ ഹെഡ്, 20 ഒരാൾക്ക്. അപ്പം നമ്മ കവാടം കടന്നു ഗൈസ്. ഇങ്ങനെ പോകാം. ബാഗിൽ വേണ്ട, നമ്മൾ നടന്നുകൊണ്ടിരിക്കണേണ്. എൻട്രൻസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഓൾറെഡി നമ്മൾ കയറാൻ പോകണേണ് ഗൈസ്. ഇവിടെയാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ നമ്മ. എത്രയടി? ഗൈസ്, ദീപ്തി ഗ്രീഷ്മയും കാലെടുത്ത് വെച്ചപ്പാ. അയ്യോ, കറണ്ട് പോയി ഗൈസ്. ഗൈസ് എന്നിൽ ഇൻട്രോവേർട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മനസ്സനുവദിക്കണില്ല. നമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത്ര തിരക്കുണ്ടായില്ല. ഇന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് ഗൈസ്. ഇവിടെ വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ആൻഡ് ഫ്രഷ് എയർ. ഫുഡുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. പുറത്ത് കുറേ കഫേസ്, എസ്തെറ്റിക് കഫേസ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് ചില്ല് ചെയ്യാം ഈ കാറ്റത്ത്. ഇവിടെ തെങ്ങിൻ്റെ ഇല്ലേന്നൊക്കെ പറഞ്ഞാൽ കാറ്റ്, തെങ്ങിൻ്റെ ഓലയെന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ സോ റിഫ്രഷിങ്. ഞങ്ങൾ വന്നിട്ട് എന്താണ് ചെയ്ത ബോട്ടിങ്ങിൻ്റെ ഫീ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതൊക്കെയാണ് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻ നമുക്ക് വൈബ് ചെയ്യാനുള്ള കാര്യങ്ങൾ.
ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ബാക്കി പിന്നെ പറയാം. ആക്ച്വലി ഇത് രണ്ടാമത്തെ പാലമാണ്. ഫസ്റ്റ് ഒരു പാലമുണ്ട്, അത് കടക്കണം. പാലം കയറി ഇറങ്ങി റൈറ്റ് സൈഡിലാണ് നമ്മുടെ വാട്ടർ സ്പോർട്സ് ഏരിയ വരുന്നത്. അവിടെയാണ് കയാക്കിങ്ങും പിന്നെ പെഡൽ ബോട്ടിങ്ങും വരുന്നത്. കയാക്കിങ്ങിന് പെർ പേഴ്സൺ 250 പെഡൽ ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് 4 പേഴ്സൺസിന് 200 റുപ്പീസുമാണ്. എൻ്റെ വോയിസ് ഓവർ നല്ല ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, സഹിച്ചോളൂ ഗൈസ്. കഴിഞ്ഞ വട്ടം ഈ പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പെഡൽ ബോട്ടിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. ഇത് കഴിഞ്ഞ വട്ടം പോയതിന്റെ ക്ലിപ്പിംഗ്സ് ആണ്, ഇതിൽ ആഡ് ചെയ്തതാണ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഈ വീഡിയോയില്. ഇതാണ് പെഡൽ ബോട്ടിങ്. നൈസായിരുന്നു. അന്ന് ഞങ്ങൾ പോയപ്പോൾ അത്രയും ക്രൗഡ് ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് കുറേ നേരം കിട്ടി പെഡൽ ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് നേരം പെഡൽ ചെയ്തപ്പോൾ മടുത്തു, കാലൊക്കെ നല്ല വേദനയായിരുന്നു. അതർവൈസ് നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മര്യാദക്കിതാവ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. മാക്സിമം എൻജോയ് ചെയ്ത് ഇവിടെ സോങ് ഇട്ടേക്കണോണ്ട് ഞാൻ ഇതുപോലെ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓരോരോ ക്ലിപ്പിങ്സാണ് എടുത്തത്. ഇവിടെ നിന്ന് എന്താ ഊഞ്ഞാലാടി, സീസോ കളിച്ചു, പിന്നെ വേറെ എന്തോ ഗെയിം ഇതുണ്ടായി, അതും അറ്റൻഡ് ചെയ്ത്. കോമഡിയാണ്. നമ്മളത് ഇഗ്നോർ ചെയ്താണ്, ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കോമഡി വരും. അമ്മി നമ്മ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. ബാക്കി നമുക്ക് വഴിയെ പറയാം. ഇവിടെ സോ മച്ച് ഓഫ് ക്രൗഡ്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും ക്രൗഡ് ഉണ്ടായില്ല. ഇത്രയോ ആൾക്കാർ റീച്ച് ആയെന്ന് തോന്നണേ ഇങ്ങോട്ടേക്ക്. എന്നെ അറിയണവരായിരിക്കും എൻ്റെ വീഡിയോസും കാണണത്, ഐ നോ. അപ്പം നിങ്ങൾ എന്തായാലും വരണം, ഓക്കെ? നിങ്ങൾ ഈ ഒരു 7-8 മണി ആ ടൈമിൽ വന്നാൽ മതി. അപ്പോഴാണ് ഇവിടെ ലൈറ്റും പാലത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കണ, തെങ്ങിൽ ലൈറ്റ് ഇട്ടേക്കണ, ആംബിയൻസ് നല്ലതായിരിക്കും ആ ടൈമിൽ. ഇവിടെ എത്ര മണി തൊട്ടാടി? 11 to 10 അല്ല 10 AM to 11 ഞാൻ എടുത്തിട്ടുണ്ട് ക്ലിപ്പിങ്സ് ആഡ് ചെയ്യാം. ടൈമിങ് അങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഫേ ഉണ്ട്. കയറി വന്ന അറ്റത്ത് റെസ്റ്റോ കഫേ ഉണ്ട്, കയറി വന്ന ഭാഗത്തുണ്ട്. പിന്നെ നൈസാണ്, എന്താണ്, ക്വൈറ്റ് ഗുഡ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. എന്തായാലും ഇവിടെ എല്ലാവരും വിസിറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവർ വിസിറ്റ് ചെയ്യണം. എസ്പെഷ്യലി കൊച്ചിയിലുള്ളവർ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലമാണ്. കമ്പയറിങ് ടു കടമക്കുടി ഇത് നല്ലൊരു സ്പോട്ടാണ്. കടമക്കുടി നല്ലതാണ്, ഇതും കുറച്ച് നല്ലതാണ്. വീഴണം കഴിഞ്ഞില്ലേ? അപ്പോൾ എന്തായാലും കാണണം. എന്നെ അറിയണവരാണ് വ്ളോഗ് കാണണമെന്ന് എനിക്കറിയാം. അവരെന്തായാലും വന്ന് കാണണം.
കമന്റിലൂടെ അറിയിക്കണം കേട്ടോ ഗൈസ്. നല്ല സ്ഥലമാണത് ഗൈസ്. നല്ല കണ്ട ഈ പിള്ളേരെ ഞാൻ ഞാൻ രക്ഷപ്പെടൂല. ഈ വ്ളോഗ് യൂട്യൂബ് രക്ഷപ്പെട്ടിട്ട് ഒരു കാറും വീടൊക്കെയാണ് എന്റെ സ്വപ്നം. ഇവര് സമ്മതിക്കൂല ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് കാണണം. എന്തായാലും ഒരാളെങ്കിലും കണ്ട് ഒരാളെങ്കിലും കമന്റ് ചെയ്യണം. ഇത് ഇവര് കാണട്ടെ, ഫേക്ക് ഫ്രണ്ട്സ് കാണട്ടെ. അപ്പൊ നമുക്ക് നടക്കാം. നടന്ന് നല്ല സ്ഥലമാണ് ആക്ച്വലി. ഇതിപ്പോ നമ്മ പിഴലാന്ന് എഴുതിയത് കണ്ട, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെ. അത് നമുക്ക് കാട്ടിത്തരാം. ഇല്ല ഫോണെടുത്തോക്ക്, ഫോണെടുത്തോക്ക്. ഗൈസ് പാപ്പ് നമുക്ക് വീട്ടിൽ പോവാം. റൈഡിങ്. ഞാൻ സോളോ റൈഡറാണ്. ബൈ ബൈ.